ഹായ് മക്കളെ, നമ്മളിന്ന് പറയാൻ പോകുന്ന പാഠം ഡിസ്കൗണ്ട് എന്നുള്ള പാഠമാണ്. അപ്പോൾ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഫോർമുല അവിടെ പറയാം. ഡിസ്കൗണ്ട് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എപ്പോഴാണ് ഡിസ്കൗണ്ട് കിട്ടുക നമുക്കറിയാം അല്ലേ? ഒരിത്തിരി ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട് അല്ലേ? ഡിസ്കൗണ്ട് സാധാരണ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിൽപ്പനക്കാർ നടത്തുന്ന ചെറിയൊരു പൊടിക്കൈകളാണ് അല്ലേ? അവിടെ എന്താ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് മാർക്കഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് എന്നാണ് പറയുന്നത്. മാർക്കഡ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ഫോർമുലകൾ അവിടെ നമുക്ക് പറയുന്നുണ്ട്. ഫോർമുലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാർക്കഡ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ മാർക്കഡ് പ്രൈസ് ഇൻറ്റു 100. ഇതാണ് ആദ്യത്തെ ഫോർമുല അവരവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഫോർമുല കൂടെ അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ടിനെ മാർക്കഡ് പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക 100 കൊണ്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഒരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്. മാർക്കഡ് പ്രൈസ് ഇൻറ്റു 1 മൈനസ് R/100 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ സെല്ലിംഗ് പ്രൈസ് കിട്ടും എന്നവിടെ പറയുന്നുണ്ട്. ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫോർമുല അവരവിടെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. R% എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് അലൗഡഡ് ആണ്. എത്ര നിരക്കാണ്, എത്ര ശതമാനമാണ് ഡിസ്കൗണ്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ R% എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അവിടെ സക്സസീവ് ഡിസ്കൗണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസീവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? തുടർച്ചയായിട്ട് വരുന്ന ഡിസ്കൗണ്ടുകൾ അല്ലേ? ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് മാർക്കറ്റ് പ്രൈസിന് പുറത്ത് ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരു കേസാണ് അവിടെ എന്താ പറയുന്നത്? സക്സസീവ് ഡിസ്കൗണ്ടുകൾ എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ താഴത്ത് എഴുതിയിട്ടുണ്ടോ നോക്കി നോക്കൂ. Let R1%, R2%, R3% be the series of discount on an article with a marked price of rupees P. Then the selling price of the article after all the discount is given as എങ്ങനെയാണെന്നാ പറയണത്? എന്താ അതിൻ്റെ ഫോർമുല എന്നാ പറയണത്? P ഇൻറ്റു 1 മൈനസ് R1/100 ഇൻറ്റു 1 മൈനസ് R2/100 ഇൻറ്റു എക്സെട്ര 1 മൈനസ് R3/100. അത് വെച്ചിട്ട് ഒരു കണക്ക് ചെയ്യുക. അത് വെച്ചിട്ടുള്ള കണക്കാണോ? അത് നോക്കാം നമുക്ക്. An item is sold for rupees 680. 680 രൂപയ്ക്ക് ഒരു ഐറ്റം എന്ത് ചെയ്തു? വിറ്റു എന്നാണ് പറയുന്നത്. ഡിസ്കൗണ്ട് എന്താണ്? 15% ഓൺ ഇറ്റ്സ് മാർക്കഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മാർക്കഡ് പ്രൈസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് മാർക്കഡ് പ്രൈസ് കണ്ടുപിടിക്കുക? മാർക്കഡ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? അപ്പോൾ നമ്മളവിടെ പറഞ്ഞത് മാർക്കഡ് പ്രൈസ് കണ്ടുപിടിക്കാൻ സെല്ലിംഗ് പ്രൈസ്, ഡിസ്കൗണ്ട് ഇത്രയും വേണം. വേണ്ടേ? വേണം. 6% ആണ് ഡിസ്കൗണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്.